എൻ്റെ അടുത്തേ കുറേ പിള്ളേരുകൾ മെസ്സേജ്, ചേട്ടാ ഞാൻ ഇനി എന്ത് കോഴ്സ് പഠിക്കും, അല്ലെങ്കിൽ MMV കോഴ്സ് പഠിച്ചാലോ, അല്ലെങ്കിൽ ഈ മെക്കാനിക്ക് ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ്. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിലേ, ഒരു 10-60 പേരോളം പഠിച്ച ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം കണക്കാട്ടെ, എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നുമില്ല, എന്നാലും കുറഞ്ഞത് ഒരു 60 പേരുണ്ട്. A batch, B batch, C batch എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ തൃശ്ശൂരുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള പുല്ലൂരായിട്ട് അവിടെ നിന്നാണ് വരണേ. അപ്പോൾ ഈ 60 പേരോളം പഠിച്ചിട്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണുള്ളൂ. അത് മെക്കാനിക് ആണെങ്കിലും മറ്റേ ഫ്ലോർ സൂപ്പർവൈസർ ആണെങ്കിലും അല്ലെങ്കിൽ പാർട്സിൻ്റെ മാനേജറോ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അഡ്വൈസറോ അങ്ങനെ പല പല വിഭാഗങ്ങളുണ്ടല്ലോ അതിൽ അങ്ങനെയൊക്കെ നിൽക്കണത്. ബാക്കി എല്ലാവരും അവരുടെ വഴിക്ക് അവരുടെ മൂഡ് പിടിച്ച് പോയിക്കാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പണിയാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ടെക്നോളജി കാര്യങ്ങൾ ഇതൊക്കെ ആഗ്രഹം ഉണ്ടോ എങ്കിൽ മാത്രം വരിക. അല്ലാണ്ട് വെറുതെ ഒരു കോഴ്സ് അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, പണിക്ക് പോകണം, കാശ് മേടിച്ചിട്ട് തിരിച്ചു പോകണം, ആ മൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കിയായിരിക്കും നല്ലത്. എനിക്ക് വണ്ടികളോടും കൂടി ഒരു എന്താ പറയുക അഗാധമായൊരു പ്രണയം വേണം, എന്നാലാണ് സക്സസ് ആവുള്ളൂ. നല്ല ക്ഷമ വേണം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഠിച്ചാലും തീരില്ല, ഉറപ്പുള്ള കേസാണ്. പഠിച്ചാലും തീരില്ല. കാരണം ഓരോ ദിവസം, ഓരോ മാസം, ഓരോ വർഷം പുതിയ ടെക്നോളജികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ വെഹിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായ? അത് കാരണം കൊണ്ട് ഒരിക്കലും തീരില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ അപ്പുറത്ത് നിൽക്കണവന് അതറിയില്ല, അവനൊരു കഴിവുണ്ടാവും, അത് നമുക്കറിയില്ല. നമ്മളത് കാരണം കൊണ്ട് എപ്പോഴും എല്ലാവരും അടുത്ത് ഇങ്ങനെ ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നമുക്കറിയാവുന്ന ആ കുഞ്ഞു കാര്യം ഭയങ്കര സംഭവമാണെന്നൊക്കെ വെച്ചിട്ട് എനിക്കൊക്കെ അറിയാം, എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വെച്ചിട്ട് ആ മൂഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. ചോദിക്കാനൊന്നൊരു മടി വേണ്ട, എന്തിട്ട് നാണക്കേട്. നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എന്നെ പഠിക്കുള്ളൂ. ചോദിച്ച് പഠിക്കുക. ചിലപ്പോൾ ചെറിയ ആളായിരിക്കും, നാളെ അല്ലെങ്കിൽ ഇന്ന് വന്ന ഒരു ട്രെയിനി ആയിരിക്കും, അവനൊരു കഴിവുണ്ടാവും. ചിലപ്പോൾ ചോദിക്കുക, നമുക്കറിയാത്ത എന്താണോ, നമുക്കെന്താണ്, നമ്മളെവിടെയാണ് വീക്ക്, ചോദിച്ച് പഠിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എന്നാൽ തന്നെ രക്ഷപ്പെടുള്ളൂ. നമ്മൾ മെസ്സിനെ ഒന്ന് ആലോചിക്കും, ഞാൻ ഭയങ്കര ഫാൻ ആളുടെ പീക്ക് ടൈമിൽ കിട്ടാത്ത ഒരു രാജ പുരസ്കാരം ആൾക്ക് എപ്പോഴാണ് കിട്ടണത്? അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ കാണുന്ന കോടീശ്വരന്മാരെയൊക്കെ ഒന്ന് ആലോചിക്കേ, അവർ ചെറുപ്പത്തിൽ ജനിച്ച് വീണ തന്നെ പട്ടുമെത്തേലൊന്നല്ല, അവരവരുടെ ആ ഒരു പീക്ക് ടൈമിൽ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയേക്കണേ. നമ്മൾ അങ്ങനെ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതൊന്നല്ല, അല്ലെങ്കിൽ എന്ത് വർക്കാണ് നമ്മൾ ചെയ്യണത് അതൊന്നല്ല. നമ്മൾ എന്താണോ ചെയ്യണത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അത് എന്ത് ഫീൽഡാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇപ്പം ഈ ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ